ഹലോ നമസ്കാരം. ഇപ്പോഴത്തെ മലയാള സിനിമയിലെ പോലീസ് കഥകളും പ്ലസ് ഷാഹി കബീർ എന്ന തിരക്കഥാകൃത്തും രണ്ടും കൂടി ചേരുമ്പോൾ കിട്ടുന്ന ആ ഒരു അന്തസ്സാണ് റോന്ത് എന്ന സിനിമ. ഷാഹി കബീർ തിരക്കഥ മാത്രം എഴുതിയ സിനിമകളാണ് ജോസഫ്, നായാട്ട്, ഓഫീസർ ഓൺ ഡ്യൂട്ടി. പക്ഷേ ഇലവിഴ പൂഞ്ചിറ അദ്ദേഹം ഡയറക്ടർ കൂടിയാണ്, ഡയറക്ടർ പ്ലസ് സ്ക്രീൻ റൈറ്ററാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അഞ്ചാമത്തെ തിരക്കെഴുതി എഴുതുന്ന സിനിമയാണ് റോന്ത് എന്ന സിനിമ. അദ്ദേഹം തന്നെയാണ് ഡയറക്ടറും. റോന്ത് എന്ന സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ, കിടിലൻ മേക്കിംഗ്, കിടിലൻ തിരക്കഥ, കിടിലൻ BGM, അങ്ങനെ എല്ലാം കൊണ്ടും പോസിറ്റീവ് മാത്രം പറയാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഇതിലെ യോഹന്നാൻ എന്ന ക്യാരക്ടറായിട്ട് വന്ന ദിലീഷ് പോത്തനും ദിന്നാഥൻ എന്ന ക്യാരക്ടറായിട്ട് വന്ന റോഷൻ മാത്യുവിന്റെയും കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണ് ഈ സിനിമയിലുള്ളത്. ഈ ഷാഹി കബീറിന്റെ സിനിമകളിൽ എനിക്ക് തോന്നിയിട്ടുള്ള പ്രത്യേകത എന്താ വെച്ചാൽ, ഒരുപാട് മലയാള സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും വളരെ ഇമോഷണലി കണക്ട് ആവുന്ന രീതിയിലുള്ള സിറ്റുവേഷൻസും റൈറ്റിംഗും ആണ് ഷാഹി കബീറിന്റെ ഉള്ളത്. നമുക്കറിയാം, ജോസഫ് ആയാലും നായാട്ടായാലും ഈ ഓഫീസർ ഓൺ ഡ്യൂട്ടി ആയാലും ഇലവിഴ പൂഞ്ചിറ ആയാലും നമ്മൾ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, അതിന്റെ ആ എഴുത്ത് പോയിരിക്കുന്നത് അത്രയും ഇമോഷണലി കണക്റ്റഡ് ആയിട്ടാണ്. എനിക്ക് ഈ സിനിമ പേഴ്സണലി കണ്ടപ്പോൾ ഞാനൊരു സിനിമ കാണാൻ എനിക്ക് തോന്നിയില്ല സത്യം പറയാൻ. രണ്ട് എന്താ പറയുക, നൈറ്റ് ഡ്യൂട്ടിയിലുള്ള പോലീസുകാരുടെ കൂടെ പോയി രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് രാവിലെ വീട്ടിലേക്ക് വരുന്ന ഒരു ഫീലിംഗ് ആണ് എനിക്ക് തോന്നിയത്. അത് സിനിമ ആയിട്ടല്ല തോന്നിയത്, നമ്മൾ അതിന്റെ കൂടെ സഞ്ചരിക്കുന്ന രീതിയിലുള്ള ഒരു റൈറ്റിംഗ് ആണ് സിനിമയ്ക്കുള്ളത്. സിനിമയിലെ റോഷൻ മാത്യുവിന്റെയും ദിലീഷ് പോത്തന്റെയും, പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ദിലീഷ് ഏട്ടന്റെ ഒരു അഴിഞ്ഞാട്ടാണ് സിനിമ. ഔസേപ്പിന്റെ ഉസിയത്തിന് ശേഷം ദിലീഷ് പോത്തൻ ചെയ്യുന്ന ഒരു അടിപൊളി ക്യാരക്ടറാണിത്. എന്താ പറയാ, സിനിമ കഴിഞ്ഞ് ക്ലൈമാക്സ് ഒക്കെ ശരിക്കും ഒരു ഹോണ്ടിങ് ആണ്, മനസ്സിനെ ശരിക്കും ഹോണ്ട് ചെയ്യും. എന്താ പറയാ, സിനിമ കഴിഞ്ഞ് വരുമ്പോൾ എന്താ പറയാ, ഒരു ഭാരം മനസ്സിൽ കയറ്റുപോയപ്പോഴുള്ള ഒരു ഫീലിംഗ് ആയിരുന്നു. അപ്പൊ അത്രയും ഇമോഷണലി കണക്റ്റഡ് ആയിട്ടാണ് സിനിമ ചെയ്തിരിക്കുന്നത്. അപ്പൊ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഷാഹി കബീറിന്റെ മുൻപത്തെ സിനിമകൾ ഇഷ്ടപ്പെട്ടവർക്ക് തീർച്ചയായും 100% എന്താ പറയാ, കണക്ട് ആവുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ഒരു അടിപൊളി സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നിങ്ങൾ പോയി സിനിമ കണ്ടിട്ട് അഭിപ്രായം പറയും. അപ്പോൾ ഓക്കെ, ബൈ.